കണ്ണീരോടെയല്ലാതെ ഈ സംഭവം നിങ്ങൾക്ക് കേട്ടു തീർക്കാൻ കഴിയില്ല. വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇന്ന് കേൾക്കേണ്ടി വന്നത്. ജുമാന അറഫ എന്ന സ്കിൻ ഡോക്ടറായ ആ സ്ത്രീ ഓഗസ്റ്റ് 10-നാണ് 2 കുട്ടികളെ പ്രസവിക്കുന്നത്. ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയുമായിരുന്നത്. വളരെ സന്തോഷത്തോടെ അവർക്ക് അസർ, ഐസൽ എന്നീ പേരിട്ടു. അവൾ തൻ്റെ സന്തോഷം സോഷ്യൽ മീഡിയയിലൂടെ ഫ്രണ്ട്സിനെയും കുടുംബത്തെയും സ്നേഹിക്കുന്നവരെയും ഒക്കെ അറിയിച്ചു. അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും അറിയിച്ചുള്ള അവരുടെ തിരിച്ചുള്ള മെസ്സേജിന് ജുമാന സന്തോഷപൂർവ്വം മറുപടി കൊടുത്തു. പക്ഷേ അധികകാലം ആ സന്തോഷത്തിന് ആയുസ്സുണ്ടായില്ല. പിതാവ് മുഹമ്മദ് അബു 2 കുഞ്ഞു മക്കളുടെ ഉപ്പയായതിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നന്ദി സൂചകമായി സുജൂദ് ചെയ്തു. പിന്നെ അവർക്കും കുട്ടികളുടെ ഉമ്മയ്ക്കും പരിചരണത്തിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലാണ്. പക്ഷേ ആ ഉപ്പയുടെ സന്തോഷത്തിനും അധികം ആയുസ്സുണ്ടായില്ല. പ്രസവിച്ച് 4-ാം ദിവസമായ ഇന്നലെ ജുമാനയുടെ ഭർത്താവ് മുഹമ്മദ് അബു കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി ബേബി കെയറിലേക്ക് പോയതായിരുന്നു. പക്ഷേ തിരിച്ചു വന്നപ്പോൾ അവിടെ ഒന്നും ബാക്കിയില്ല. ഭാര്യ ജുമാനയും 4 ദിവസം മാത്രം പ്രായമുള്ള അസറും ഐസലും ഇസ്രയേൽ നരാധമന്മാരുടെ ആക്രമണത്തിൽ ചിന്നിച്ചിതറി മരണപ്പെട്ടു. കരൾ നുറുങ്ങുന്ന വാർത്ത. ഇത് കണ്ട് ഭർത്താവ് പൊട്ടിക്കരഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേൽ നരാധമന്മാർ ഇവരുടെ വീടിന് നേരെ ബോംബെറിഞ്ഞത്. വംശീയ ഉന്മൂലനമാണല്ലോ ഇസ്രയേലിൻ്റെ പദ്ധതി. കുട്ടികളുടെയും സ്ത്രീകളുടെയും നേരെയാണ് അവരുടെ ബോംബിൻ്റെ കൂർത്ത മുനകൾ തിരിച്ചു വച്ചിരിക്കുന്നത്. ഇത് എൻ്റെ വക ഉണ്ടാക്കി പറയുന്നതല്ല. ഫോട്ടോയും വീഡിയോയുമടക്കം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയാണ്. നൊമ്പരപ്പെടുത്തുന്ന വാർത്ത. എത്രയേറെ സ്വപ്നങ്ങൾ ജുമാന അറഫയും ഭർത്താവ് മുഹമ്മദ് അബുവും കണ്ടിട്ടുണ്ടാകും. 10 മാസം ഇരട്ടകളെ ഗർഭം ചുമന്ന് നടക്കുമ്പോൾ അവർ കണ്ട സ്വപ്നങ്ങൾ എത്രയായിരിക്കും. ഭർത്താവിൻ്റെ മടിയിൽ തലവെച്ച് പ്രസവിച്ച് 4 ദിവസം മാത്രമേ തനിക്കും കുട്ടികൾക്കും ആയുസുള്ളൂ എന്നറിയാതെ പിറക്കാൻ പോകുന്ന കുട്ടിയെക്കുറിച്ച് പറഞ്ഞ കഥകൾ എത്രയായിരിക്കും. കുട്ടികൾ പോയതറിഞ്ഞപ്പോൾ മുഹമ്മദ് അബു താൻ ധൃതി പിടിച്ച് ഉണ്ടാക്കിയ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉയർത്തിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ഫോട്ടോ കണ്ട് എൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. കഴിഞ്ഞ കൊല്ലം ജൂലൈ 30-നാണ് ഇവർ വിവാഹിതരാകുന്നത്. സ്കിൻ ഡോക്ടറായ ജുമാനയ്ക്ക് പഠനം കഴിഞ്ഞ് ജോലി ലഭിച്ചതിനു ശേഷമായിരുന്നു വിവാഹം. പ്രതിഭയായിരുന്നു, സേവന മനസ്കയും. ഗസയിൽ യുദ്ധം തുടങ്ങിയ ശേഷം സേവന സന്നദ്ധയായി പ്രവർത്തനങ്ങളിലേർപ്പെട്ടു. അപ്പോഴേക്കും അവൾ ഗർഭിണിയായി. യുദ്ധം തുടങ്ങിയിട്ട് 10 മാസമായല്ലോ. വെടിയൊച്ചകൾ കേട്ടാണ് ആ കുട്ടികളുടെ ശരീരങ്ങൾ ജുമാനയുടെ വയറിനുള്ളിൽ കിളിർത്തു വന്നത്. എല്ലാ വേദനകളും എല്ലാ ഉമ്മമാരെയും പോലെ തൻ്റെ പൊന്നുമക്കൾക്ക് വേണ്ടി അവൾ സഹിച്ചു. അവസാനം ഭർത്താവിനെ തനിച്ചാക്കി അവർ 3 പേരും സ്വർഗത്തിലേക്ക് പറന്നു. ആ കുട്ടികളുടെ ഫോട്ടോയും പ്രസവിച്ച സന്തോഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ജുമാനയുടെ പോസ്റ്റുകളും ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട്. കൊതിയോടെ ഇരുകൈയും നീട്ടി പൊന്നുമക്കളെ സ്വീകരിച്ച ഭർത്താവിൻ്റെ മുന്നിൽ ചിന്നിച്ചിതറിയ മൃതദേഹങ്ങളായി ആ പിഞ്ചുമക്കൾ മാറിയപ്പോൾ ഭർത്താവിൻ്റെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും. എനിക്കും ഇവരോടൊപ്പം പോയാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടാകണമല്ലേ. കാരണം അവർ 3 പേരും സ്വർഗത്തിലേക്ക് പറന്നു. ഞാൻ മാത്രം ഇവിടെ ബാക്കിയായി. ഞാൻ മാത്രം ഇവിടെ വേദനയോടെ ജീവിക്കുന്നു. ഒരുപക്ഷെ മരണത്തിന് പോലും ഇത്ര വലിയ വേദനയുണ്ടാവില്ല. പടച്ചോനെ, സ്വർഗത്തിൽ അവരെ ഒരുമിപ്പിക്കണേ. ആ കുട്ടികളുടെ ഉപ്പയ്ക്ക് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കരുത്ത് കൊടുക്കണേ. ഫലസ്തീനിൽ വളരെ വേഗം നീ സമാധാനം കൊണ്ടുവരണേ. പ്രാർത്ഥിക്കുക. നമ്മുടെ മുന്നിലല്ലെങ്കിലും നമ്മുടെ സഹോദരന്മാർ പിടഞ്ഞു വീണ് മരിക്കുന്നുണ്ട്. ഭീകരമാണ് അവരുടെ അവസ്ഥ.